രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയായ ലൈംഗിക അതിക്രമ കേസിലെ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്ന കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ഈശ്വറിനെ തിരുവനന്തപുരം ശ്രീകാര്യം പൗടിക്കോണത്തെ വീട്ടിലെത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. രാഹുൽ ഈശ്വറിനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ വിവരങ്ങളുമായി ആതിര ചേരുകയാണ്. ആതിര, രാഹുൽ ഈശ്വറിനെ വീട്ടിലെത്തിച്ചാണല്ലോ തെളിവെടുപ്പൊക്കെ നടത്തിയത്. ഇനിയിപ്പോൾ വൈദ്യപരിശോധനയാണ്, അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും അല്ലേ? മായ, ഈ രാഹുൽ ഈശ്വറിനെ നേരത്തെ തന്നെ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ പരാതിക്കാരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ഈ സോഷ്യൽ മീഡിയാസ് വഴി അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ തന്നെ നടത്തി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇട്ടു എന്നതിന്റെ പേരിലാണ് കഴിഞ്ഞ ദിവസം പോലീസ് ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുക്കുന്നതും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്. അതിനുശേഷം ഇന്ന് ഏകദേശം രാവിലെ ഇത്തരത്തിൽ തെളിവെടുപ്പ് വീട്ടിലൊക്കെ തന്നെ തെളിവെടുപ്പ് നടത്തിയിരുന്നു. തിരുവനന്തപുരം പൗടിക്കോണത്തെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. നേരത്തെ തന്നെ ഇന്നലെ തന്നെ ഈ പോലീസ് ആവശ്യപ്പെട്ടിരുന്നത് ഇത്തരത്തിൽ മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളൊക്കെ തന്നെ പോലീസിന് മുമ്പാകെ സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ മാത്രമേ പോലീസിന് പിടിച്ചെടുക്കാൻ സാധിച്ചുള്ളൂ. അതിനുശേഷമുള്ള ഈ ലാപ്ടോപ്പുകളൊക്കെ തന്നെ ഈ രാഹുൽ ഈശ്വർ വീട്ടിൽ വെച്ചിരിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് ഇന്ന് രാവിലെയോടുകൂടി ഇത്തരത്തിൽ വീട്ടിലെത്തി തെളിവെടുപ്പ് ഒക്കെ തന്നെ ശേഖരിച്ചത്. അതിൽ ലാപ്ടോപ്പുകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഈ രാഹുൽ ഈശ്വറിനെ ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാക്കുന്നതിന് തൊട്ടു മുൻപുള്ള നടപടിക്രമമാണ് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളത്. അല്പസമയം മുമ്പ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെത്തി വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ നിലവിൽ ഏതായാലും രാഹുൽ ഈശ്വറിനെ കോടതിയിൽ തിരുവനന്തപുരം മഞ്ചൂർ കോടതിയിൽ ഏതായാലും ഹാജരാക്കിയിട്ടുണ്ട്. ഈ കോടതി നടപടിക്രമങ്ങളൊക്കെ തന്നെ അല്പസമയത്തിനകം പുരോഗമിക്കുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. തനിക്കെതിരെയുള്ളത് വ്യാജ പരാതിയാണ്, കള്ളക്കേസാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചതിലുള്ള വൈരാഗ്യമാണ് അല്ലെങ്കിൽ ദേഷ്യമാണ് തനിക്കെതിരെ ഇത്തരത്തിലൊരു പരാതി നൽകാൻ കാരണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെയും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇന്ന് വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച സമയത്ത് മാധ്യമങ്ങളോട് ഇന്നും ഈ കാര്യങ്ങളൊക്കെ തന്നെ ആവർത്തിക്കുകയും ചെയ്തിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ താൻ പിന്തുണയ്ക്കും. പോലീസുകാർ ഇന്നലെ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കരുത്, അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇനി ഒഴിവാക്കണമെന്നൊക്കെ തന്നോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് താൻ സമ്മതിക്കില്ല. ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നത് തുടരുക തന്നെ ചെയ്യുമെന്നാണ് രാഹുൽ ഈശ്വർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് ഉൾപ്പെടെ വ്യക്തമാക്കിയത്. ഇതുകൊണ്ടാണ് പുരുഷ കമ്മീഷൻ വേണമെന്ന ആവശ്യം താൻ ഉന്നയിക്കുന്നത് എന്നും രാഹുൽ ഈശ്വർ ഇന്നലെയും ഇന്നുമായി വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഇപ്പോഴേതായാലും നിലവിൽ വഞ്ചിയൂർ കോടതിയിലാണുള്ളത്. ഈ കോടതിയിൽ ഇനി രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അല്പസമയത്തിനകം മാത്രം ഈ കോടതിയുടെ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമായിരിക്കും വ്യക്തമാക്കുക. ഇന്നലെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരുന്നതെങ്കിലും പിന്നീട് ഇത്തരത്തിൽ BNS 75(3) വകുപ്പ് പ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടുത്തുകയായിരുന്നു. ചോദ്യം ചെയ്യലിന് ശേഷം ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നലെ ഇത്തരത്തിൽ അറസ്റ്റിലേക്കൊക്കെ കടന്നത്. ഇല്ലെങ്കിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാവുന്ന വകുപ്പുകൾ മാത്രമായിരുന്നു നേരത്തെ ചുമത്തിയിരുന്നത്. പക്ഷേ അതിനുശേഷം പിന്നീട് ചോദ്യം ചെയ്യലിനാണ് ഒരു ജാമ്യമില്ലാ വകുപ്പ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്നലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പോലീസ് സ്റ്റേഷനിൽ തന്നെ രാഹുൽ ഈശ്വറിനെ പാർപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ 11 മണിക്ക് കോടതിയിൽ ഹാജരാക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നതെങ്കിലും പിന്നീട് ഈ തെളിവെടുപ്പും മറ്റ് നടപടിക്രമങ്ങൾക്കുമൊക്കെ ശേഷം ഇപ്പോഴാണ് കോടതിയിൽ ഏതായാലും ഹാജരാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ കോടതി നടപടിക്രമങ്ങൾക്ക് ശേഷമായിരിക്കും ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ ലഭ്യമാകുക. അതിന് മറ്റൊന്ന്, ഈ പരാതിക്കാരിക്കെതിരെ കൂടുതൽ തെളിവുകൾ സമർപ്പിച്ചിട്ടുണ്ടോ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ? മായ, നേരത്തെ മുതൽ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പരാതിക്കാരിയും കൂടുതൽ തെളിവുകളൊക്കെ തന്നെ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ സമർപ്പിച്ച തെളിവുകളെ കൂടാതെ ഇന്ന് ഏകദേശം 3 തെളിവുകളോളം സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകൻ മുഖേനയാണ് ഇത്തരത്തിൽ തെളിവുകളെല്ലാം തന്നെ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. ഓഡിയോ സന്ദേശം, ചാറ്റുകൾ, വീഡിയോകൾ എന്നിവ ഉൾപ്പെടെയുള്ള തെളിവുകളാണ് നിലവിലേതായാലും സമർപ്പിച്ചിരിക്കുന്നത്. 3 ഡിജിറ്റൽ രേഖകൾ, 3 ഡോക്യുമെന്റ് ഫയലുകളായിട്ടാണ് കോടതിയിൽ ഏതായാലും നിലവിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഈ വാട്സപ്പ് ഓഡിയോകൾ, വാട്സപ്പ് ചാറ്റുകൾ, അതിന്റെ ഹാഷ് വാല്യൂ സർട്ടിഫിക്കറ്റുകളോട് കൂടിയാണ് ഈ രേഖകളൊക്കെ തന്നെ ഹാജരാക്കിയിരിക്കുന്നത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിരുന്നു. ആ സമയത്ത് പരാതിക്കാരിക്കെതിരെ നിരവധി തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിലും സമർപ്പിച്ചിരുന്നു. പക്ഷേ അതിനെയൊക്കെ ആ തെളിവുകളെയൊക്കെ ഹനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഈ പരാതിക്കാരിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയും തെളിവുകൾ സമർപ്പിച്ചിരുന്നു. ഡോക്ടറുടെ ഉൾപ്പെടെ ഇത്തരത്തിൽ തനിക്ക് ഈ
ഗർഭചിത്രത്തിനുള്ള ഗുളിക കഴിച്ച സമയത്ത് ഇത്തരത്തിൽ അത്യധികമായി ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു എന്ന തരത്തിൽ അതിന് തെളിവാക്കുന്ന ഡോക്ടറുടെ മൊഴികളും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഈ പരാതിക്കാരിയും സമർപ്പിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ തെളിവുകളാണ് യുവതിക്കെതിരെ അല്ലെങ്കിൽ പരാതിക്കാരിക്കെതിരെ സമർപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ബുധനാഴ്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുക. പക്ഷേ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. എവിടെയാണ് എന്നുള്ളതിൽ ആർക്കും കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഈ പാലക്കാട്ടിലെ ഫ്ളാറ്റിലൊക്കെ എത്തി തെളിവുകളൊക്കെ ശേഖരിച്ചിരുന്നെങ്കിലും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചിരുന്നെങ്കിലും ഈ പരാതിക്കാരി എത്തി എന്ന് പറയുന്ന ദിവസത്തെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല. അതിനെ തുടർന്ന് ഈ ഫ്ളാറ്റിന് പരിസരത്തുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കാൻ പോലീസ് ഏതായാലും അതിന്റെ ശേഖരണങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. അതിലെന്തെങ്കിലും തെളിവുകൾ ലഭിച്ചു എന്നത് സംബന്ധിച്ച് പോലീസ് ഇതുവരെ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ പാലക്കാടില്ല, കോയമ്പത്തൂരിലേക്ക് കടന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ രാഹുൽ ഇത്തരത്തിൽ സുഹൃത്തിന്റെ വാഹനത്തിൽ കയറി അതിവിദഗ്ധമായാണ് പാലക്കാട് നിന്നും രക്ഷപ്പെട്ടത് എന്ന തരത്തിലും ഏതായാലും സൂചനകളും റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. നിലവിൽ ഏതായാലും 3 തെളിവുകൾ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതിക്കാരിക്കെതിരെ സമർപ്പിച്ചിട്ടുണ്ട്. ശരി, ആതിരയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.